ബജറ്റിലെ നികുതി വർധനവിനെതിരെ യുഡിഎഫ് ആഹ്വാനം ചെയ്ത രാപ്പകൽ സമരം ആരംഭിച്ചു. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, കോട്ടയത്ത് ആരൊക്കെയാണ് പ്രധാനമായും സമരത്തിൽ പങ്കെടുക്കുന്ന നേതാക്കൾ? ആരംഭിച്ചു കഴിഞ്ഞോ പരിപാടികൾ? വിവരങ്ങൾ. ധന്യ, കോട്ടയത്ത് രാപ്പകൽ സമരം തുടങ്ങിയിരിക്കുന്നു. അല്പസമയം മുതൽ തന്നെ തുടങ്ങി. ഇപ്പോൾ അതിന്റെ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. മുൻ ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഈ കോട്ടയത്തെ സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. ജില്ലയിലെ യുഡിഎഫിന്റെ ഏതാണ്ട് എല്ലാ നേതാക്കളുമുണ്ട്. എല്ലാ പാർട്ടികളുടെയും ജില്ലാ അധ്യക്ഷന്മാരുണ്ട്. ഒപ്പം തന്നെ മുൻ കേന്ദ്രമന്ത്രി കൂടിയായ PC തോമസ്, അങ്ങനെ വിവിധ നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. പലരും ഇതിനകം തന്നെ സംസാരിച്ച് കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും നാളെ രാവിലെ 10 മണി വരെയാണ് സമരം. തിരുവഞ്ചൂർ സംസാരിച്ച് തുടങ്ങിയതേ ഉള്ളൂ. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ്, അതിൽ ഉണ്ടായിരിക്കുന്ന അധിക നികുതി ഭാരം ഒഴിവാക്കണം, അത് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് UDF ഈ രാപ്പകൽ സമരം നടത്തുന്നത്. 2 ദിവസം മുൻപ് കർഷക സമ്മേളനം, കർഷകർക്ക് പിന്തുണയുമായി UDFന്റെ സംസ്ഥാനതല പരിപാടിയും നടന്ന തിരുനക്കര മൈതാനത്തിന് മുന്നിൽ തന്നെയാണ് ഇന്നിപ്പോൾ രാപ്പകൽ സമരവുമായി UDF എത്തിയിരിക്കുന്നത്. UDFന്റെ ഏതാണ്ട് എല്ലാ ഘടകകക്ഷികളുടെ നേതാക്കൾ അടക്കം ഏതാണ്ട് 100ഓളം പേരാണ് ഇപ്പോൾ ഈ വേദിയിൽ ഈ രാപ്പകൽ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇരിക്കുന്നത്. വിവിധ നേതാക്കൾ ഇതിന് ശേഷവും സംസാരിക്കും. എന്തായാലും വലിയ പ്രതിഷേധം തന്നെ ഈ വിഷയത്തിൽ ഉയർന്നു വരുന്നു. സംസ്ഥാന സർക്കാരിനുള്ള എതിരെയുള്ള ഗുരുതര ആരോപണങ്ങളുമായി ഇത്തരം വലിയ കൊള്ളയാണ് നികുതിയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കൂടി സർക്കാരിൽ നിന്ന് പിൻവാങ്ങണമെന്ന ആവശ്യത്തോടു കൂടിയാണ് ഇങ്ങനെയൊരു സമരവുമായി UDF മുന്നോട്ട് പോകുന്നത്. ശ്രീജിത്ത്. സംസ്ഥാനതല ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ കോഴിക്കോട് നിർവഹിക്കും. സെക്രട്ടേറിയറ്റിന് മുമ്പിലെ സമരം UDF കൺവീനർ MM ഹസൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. MM ഹസൻ തിരുവനന്തപുരത്ത് സംസാരിക്കുന്നു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിലും മറ്റ് ജില്ലകളിലെല്ലാം കളക്ടറേറ്റിന് മുന്നിലുമാണ് സമരം നടക്കുക. അവരെല്ലാം കയറിലെത്തുന്ന കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ട മുഴുവൻ ആളുകളെയും ഒരുപോലെ ദുഃഖിപ്പിക്കുന്നതാണ് എന്നറിയില്ലേ? ഈ ഗവൺമെന്റ് ഇതൊന്നും ഒരു പ്രശ്നമേയില്ല. റബ്ബർ കർഷകരുടെ പ്രശ്നത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. റബ്ബർ കർഷകരുടെ അവസ്ഥ എന്താ? വെട്ടുകൂലി കൊടുക്കണമെങ്കിൽ സാധാരണത്തിന്റെ നമ്മുടെ ഭൂമിയുടെ തീരാധാരം കൂടെ കൊടുക്കണം. 50-50 വെട്ടുന്നതിന് പകുതി, ഇരിക്കുന്ന സ്ഥല ഉടമയ്ക്കും പകുതി, കൃഷി കർഷകനും പകുതിയല്ലേ? ഇങ്ങനെ ഏതെങ്കിലും ഒരു കാലം കേരളത്തിലുണ്ടായിട്ടുണ്ടോ? എല്ലാത്തിനും വില കൂടിയിരിക്കല്ലേ? വളത്തിന് വില കൂടുതലാണ്. കൃഷി ചെയ്യാൻ നിവൃത്തിയില്ല. കൃഷി എടുക്കുന്നതിന് വേണ്ടിയുള്ള അവരുടെ ഉൽപ്പന്നം എടുക്കുന്നതിന് വേണ്ടി നിവൃത്തിയില്ല. ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥാവിശേഷമാണ്. നാളികേര കർഷകന്റെ അവസ്ഥയെക്കുറിച്ച് പറയുകയേ വേണ്ട. നാളികേരത്തിന് 8 രൂപ വരെ വില വന്നിരുന്നതാണ് ഈ കേരളത്തിൽ.